ഇതര മതവിഭാഗങ്ങളുമായുള്ള നമ്മുടെ പെരുമാറ്റം എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. നാം ജീവിക്കുന്നത് ഒരു ബഹുമത സമൂഹത്തിലാണ്. ഒരേ പേരിൽ അറിയപ്പെടുന്ന പറമ്പിലാണ് മോഹനനും തോമസും അബ്ദുറഹ്മാനും താമസിക്കുന്നത്. സ്ത്രീകളുടെ അബായ, അവരുടെ ഹിമാറ്, അത് രണ്ടും മാറ്റി വച്ചാൽ സാധാരണഗതിയിൽ വസ്ത്രവിധാനം കൊണ്ട് ആരാണ് മുസ്ലിം ആരാണ് അമുസ്ലിം എന്നുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാമൂഹ്യ ചുറ്റുപാടാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ബഹുമത സമൂഹമായി ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം അവരുമായുള്ള നമ്മുടെ പെരുമാറ്റം എന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ മുംതഹിനയിലെ 8-9 ആയത്തുകളിലേക്കാണ്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരിക്കും വലാഹറു അലാ ഇഖ്റാജിക്കും അൻ തവല്ലൗഹും വമൻ യതവല്ലഹും ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ദീനീ കാര്യങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ നാട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കാത്ത ആളുകൾക്ക് ബിർറ് ചെയ്യുന്നതിനും കിസ്ത് ചെയ്യുന്നതിനും അള്ളാഹുവിൻ്റെ യാതൊരു വിരോധവുമില്ല. അവിടെ ലാ യൻഹാക്കും, അവൻ നിങ്ങളെ വിരോധിക്കുന്നില്ല എന്നാണ്. വിരോധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ആവാം എന്ന അർത്ഥത്തിനല്ല. മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞത് ഖുർആൻ ലാ യൻഹാക്കും എന്ന പ്രയോഗം നടത്തുക സമൂഹത്തിൽ അതുവരെ വേരോടിയിട്ടുള്ള ഒരു ചിന്താഗതിക്കെതിരായി ഒരു കാര്യം അവതരിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് ഇങ്ങനെയുള്ള അമുസ്ലിങ്ങളുമായി പുണ്യം പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ നീതി കാണിക്കാനോ പാടില്ല എന്ന് ധരിച്ചു വശായ ആളുകളുടെ ആ ധാരണ തിരുത്താൻ വേണ്ടിയാണ് ലാ യൻഹാക്കും എന്ന പദപ്രയോഗം നടത്തിയത്. പിന്നെ അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം എന്നാണ്. അവർക്ക് ബിർറ് ചെയ്യുക, കിസ്ത് എന്ന് പറഞ്ഞാൽ നീതിയാണ്, അദിൽ എന്ന് പറഞ്ഞാലും നീതിയാണ്. അപ്പം നീതി എന്ന് പറഞ്ഞാൽ എന്താ? ന്യായമായി ലഭിക്കേണ്ടതാണ് കിസ്തും അദിലും. ആ ന്യായമായി ലഭിക്കേണ്ടതിൻ്റെ അപ്പുറം നാം ചെയ്തു കൊടുക്കേണ്ടതാണ് ബിർറ്. അതുകൊണ്ടാണ് മനുഷ്യബന്ധത്തിലെ ഏറ്റവും വലിയ ബന്ധം, മാതാപിതാക്കളുമായുള്ള ബന്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിർറുൽ വാലിദൈൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ മൊത്തം മനുഷ്യരെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ മൂമിൻ, മറ്റ് കാഫിർ, ഈ 2 വിഭാഗമാക്കി തിരിച്ചിരിക്കുന്നു. അതിൽ ഈ കാഫിർ തന്നെ 4-5 കാറ്റഗറി ഉണ്ട്. അതിൽ ദിമ്മി ഉണ്ട്, മുആഹിദ് ഉണ്ട്, മുസാലിം ഉണ്ട്, മുസ്തഅ്മിൻ ഉണ്ട്, ഹർബിണ്ട്, അഹ്ലുൽ കിതാബ് ഉണ്ട്. അതിൽ അഹ്ലുൽ കിതാബ് എന്ന് പറയുന്ന വിഭാഗം നേരത്തെ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളാണ്, ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. ആ ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് വതആമുല്ലദീന ഊതുൽ കിതാബ ഹില്ലുൻ ലക്കും വതആമുക്കും ഹില്ലുൻ ലഹും വൽ മുഹ്സനാത്തു മിനൽ മുഅ്മിനാത്തി വൽ മുഹ്സനാത്തു മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലിക്കും. അപ്പോൾ വേദക്കാരായ ആളുകളുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ഭക്ഷണം അവർക്കും കൊടുക്കാം. അതേപോലെ മുഹ്സനാത്തായ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിലെ മുഹ്സനാത്തായ സ്ത്രീകളെയും നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. അപ്പോൾ അഹ്ലുൽ കിതാബിൽപ്പെട്ട സ്ത്രീകളെ നമുക്ക് എന്ത് ചെയ്യാം? വിവാഹം ചെയ്യാം. ആ വിവാഹ ബന്ധത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ആണും പെണ്ണും തമ്മിൽ ലയിക്കുന്നതാണല്ലോ വിവാഹം എന്ന് പറഞ്ഞത്. ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞത് വഖദ് അഫ്ലാ ബഅ്ലുക്കും ഇലാ ബഅ്ദ്, പരസ്പരം ഇഴകിച്ചേർന്നില്ലേ എന്നാണ്. 2 ശരീരം ഒന്നാവാൻ വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ. അപ്പം അങ്ങനെയുള്ള ഒരു ബന്ധം അഹ്ലുൽ കിതാബുമായിട്ട് സ്ഥാപിക്കുന്നതിന് വിരോധമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. വതആമുല്ലദീന ഊതുൽ കിതാബ ഹില്ലുൽ ലക്കും, അവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണെന്ന് പറഞ്ഞാൽ സാധാരണ ഭക്ഷണമല്ല. സാധാരണ ഭക്ഷണം ഏതൊരു മുശ്രിക്കായ മനുഷ്യൻ, ഞാൻ ഇവിടെ പറഞ്ഞ വിഭാഗത്തിൽ ഹർബിയായ ആളുകളെ മാറ്റിവെച്ച് മറ്റെല്ലാ വിഭാഗം ആളുകളുടെയും എല്ലാ തരം ഭക്ഷണവും നമുക്ക് അനുവദനീയമാണ്. ഇസ്ലാം വിരോധിച്ച ഹുർരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹമുൽ ഖിൻസീരി വമാ ഉഹില ലിഗൈരില്ലാഹി ബിഹി വൽ മുൻഖനിഖത്തു വൽ മൗഖൂദത്തു വൽ മുത്രദ്ദിയാൻ സൂറത്തുൽ മാഇദയിലെ ആയത്തിൽ പറഞ്ഞല്ലോ. ആ വിഭാഗം ഒഴിച്ചുള്ള മറ്റെല്ലാ ഭക്ഷണവും നമുക്ക് എന്ത് ചെയ്യാം? ആരുടേതും ഭക്ഷിക്കാം.
പിന്നെ ഇവിടെ ഖുർആൻ നിങ്ങൾക്ക് വേദക്കാരായ ആളുകളുടെ ഭക്ഷണം അനുവദനീയമാണെന്ന് പറഞ്ഞാൽ അത് ദബായ, അവരറുത്ത ഭക്ഷണമാണ്. അപ്പോൾ അവരറുക്കുമ്പോൾ ബിസ്മി ചെല്ലണമോ? വലാ തേക്കുലു മിമ്മാലം യുദ്കരിസ്മുല്ലാഹി അലൈഹി, അള്ളാഹിൻ്റെ പേര് ഉച്ചരിക്കാത്തത് നിങ്ങൾ തിന്നാൻ പാടില്ല എന്ന് ഖുർആൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എക്സെപ്ഷൻ, ഒഴിവാണ് ഏത്? വേദക്കാർ അറുത്തത്. ഇനി വേദക്കാർ ബിസ്മി ചെല്ലാതെ അറുത്താലും നമുക്ക് ആ ഭക്ഷണം കഴിക്കാമെന്നാണ് തഫ്സീർ. നിങ്ങൾ പരിശോധിച്ചാൽ മതി, തഫ്സീറുകളൊക്കെ നമുക്കത് കാണാം. അവർ ആയിഷ ബീവി റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ജനങ്ങളൊക്കെ തന്നെ ഷിർക്കുമായി ഖരീബുൽ അഹദാൻ, അവർ കൊണ്ടുവന്ന ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുമോ റസൂലെ? അപ്പോൾ അവർ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. റസൂൽ പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ സൊമ്മു അൺതും, നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് സുമ്മക്കുലു, നിങ്ങൾ എന്ത് ചെയ്തോളൂ? ഭക്ഷിച്ചോളൂ എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വേദക്കാർ അറുത്ത ഭക്ഷണം നമുക്ക് കഴിക്കാം, മറ്റ് വിഭാഗം ഉണ്ടാക്കിയ മറ്റു ഭക്ഷണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? കഴിക്കുന്നതിന് വിരോധമില്ല. അതേപോലെ ഇനിയിപ്പോൾ അവരുടെ ആഘോഷ ദിവസങ്ങൾ നമുക്ക് അഭിവാദ്യം ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെ വൈദാഹുജീത്തും ബിത്തഹയ്യ, എല്ലാവരും ആ ആയത്തോതി, എൻ്റെ മുമ്പ് സംസാരിച്ച ആൾക്കാരൊക്കെ തന്നെ. അതിപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള കൂട്ടിച്ചേർക്കാൻ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞാൽ ബറക്കാത്തു എന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി മാത്രമാണോ വൈദാഹുജീത്തും ബിത്തഹയ്യത്തിൻ ഫഹയ്യു ബിഹസന മിൻഹാ ഔ റുദ്ദുഹാ എന്ന് പറഞ്ഞത്? മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഇവരുടെ ആഘോഷ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ നമ്മെ അഭിവാദ്യം ചെയ്യുകയാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? തിരിച്ചങ്ങോട്ടും അഭിവാദ്യം ചെയ്യാം. വേറെ ചില ആളുകൾ പറഞ്ഞത് നിങ്ങളുടെ ആഘോഷ ദിവസങ്ങളിൽ അവർ നിങ്ങൾക്ക് ഇങ്ങോട്ട് അഭിവാദനം അർപ്പിച്ചോ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരുടെ ആഘോഷ ദിവസങ്ങളിൽ അങ്ങോട്ടും അഭിവാദനം അർപ്പിക്കാം. അഭിവാദനം അർപ്പിക്കുക എന്നുള്ളത് എന്തല്ല? ആഘോഷങ്ങളിലെ പങ്കാളിത്തമല്ല. ഇനി ആഘോഷവുമായി ബന്ധപ്പെട്ട് അവർ വല്ല ഭക്ഷണവും ഉണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ ഹറാമാക്കപ്പെട്ട ഭക്ഷണങ്ങളിൽ പെട്ടതല്ലെങ്കിൽ കഴിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഡിസംബർ 24 ഭക്ഷണവും കഴിക്കാം, ഡിസംബർ 26 ഭക്ഷണവും കഴിക്കാമെങ്കിൽ ഡിസംബർ 25 ഭക്ഷണവും കഴിക്കാം. അന്നേ ദിവസം മാത്രമായി അവരുടെ വിശ്വാസത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്നില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശന്നു വലഞ്ഞ് വീട്ടിലെന്നിട്ട് ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ വല്ല ഭക്ഷണവും ബാക്കിയുണ്ടോ, വീട്ടിലിരിപ്പുണ്ടോ? ആയിഷ ബീവി പറഞ്ഞു, ഭക്ഷണമൊന്നുമില്ല. ബരീറ അറിയാലോ, ആയിഷ ബീവി മോചിപ്പിച്ച അടിമ സ്ത്രീയാണ്. ബരീറക്ക് സദക്ക ഇനത്തിൽ കിട്ടിയ ഭക്ഷണം ഉണ്ട്, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. സദക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബനു ഹാഷിം കുടുംബത്തിന് പാടില്ലാത്തതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? ആ ഭക്ഷണം വിളമ്പ്, ലഹാ സദക്ക വലന ഹദിയ. പ്രസിദ്ധമാണ് സംഗതി. ബരീറയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ബരീറക്ക് ലഭിച്ചത് സദക്ക ഇനത്തിലാണ്, നമുക്ക് ആ ഭക്ഷണം ലഭിച്ചത് ഹദിയയായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവർക്കത് ആഘോഷമാണ്. ആ ആഘോഷ ദിവസം അവരുണ്ടാക്കിയ ഭക്ഷണം നമുക്ക് തരുന്നത് എന്താണ്? നമുക്കത് ഹദിയയാണ്. നമ്മുടെ പെരുന്നാളിനോ നോമ്പിനോ ഒക്കെ അവർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരണമെന്നും, ഇനി അവരുടെ ആഘോഷ ദിവസങ്ങളിൽ അവർ തന്നെ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല എന്നുള്ള ഇരട്ടത്താപ്പ് പാടുണ്ടോ? അത് ഈ പറഞ്ഞ വൈദാ ഹയ്യൂബി തഹയ്യത്തിൻ എന്ന് പറഞ്ഞതിന് വൈദാ ഹുജീബ് തഹയ്യത്തിൻ എന്ന് പറഞ്ഞ ആയത്തുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടാൻ ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇവിടെ ഈ വിഷയം പലയിടത്തും ചർച്ചയാണ്. മറ്റു മതവിഭാഗങ്ങളുമായി എത്രത്തോളം ഇഴകിച്ചേരാം, അവരുമായി എത്രത്തോളം ബന്ധപ്പെടാം. അത് വിദേശ രാജ്യം ഗൾഫിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ തന്നെ വലാ ബറാ എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. ഞാനത് അഹമ്മദ് കുട്ടി മദിനെ സംസാരിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ അതൊരു വലിയ വിഷയമല്ല. പക്ഷേ ഇവിടെ നമ്മളെ തന്നെ പരസ്പരം കാഫറാക്കുന്നത്, സലാം പറയാൻ പാടില്ല എന്ന് കുട്ടികളെ മദ്രസയെ പഠിപ്പിക്കുന്നത്, മുശ്രിക്കും കാഫിറുമാക്കുന്നത്, അമുസ്ലിങ്ങളുമായി ഇടകലരാൻ പാടില്ല, മാറി നിൽക്കണം, ഒറ്റപ്പെട്ട് ഇവിടങ്ങളിൽ ഇന്ത്യയിൽ ജീവിച്ചാൽ പോരാ യമനിൽ ജീവിക്കണം എന്നൊക്കെ പറയുന്ന അതിൻ്റെ അടിവേര് നമ്മൾ അന്വേഷിച്ചെന്നെത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക എവിടേക്കാണ്? വലാ ബറായിലേക്കാണ്. വലാ ബറാ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ വിശ്വാസം, ഏകദൈവ വിശ്വാസം, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ സാമൂഹ്യ നീതി നൈതിക ബോധത്തിൻ്റെ ഭാഗമാണ്. അതേപോലെ ഇസ്ലാമിലെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ ഈ പെരുമാറ്റ ശാസ്ത്രം എന്നുള്ളത് അതുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു. എന്താണ് വലാ ബറാ? അമുസ്ലിങ്ങളുമായി, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഒരു നാട്ടിലെ അമുസ്ലിങ്ങളായ ആളുകളെ പൂർണ്ണമായും അവഗണിച്ച് മുസ്ലിങ്ങൾ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതാവസ്ഥയാണോ വലാ ബറാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകളുണ്ട്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജൂഹും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ ലാ യത്തഖിദുൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വൻ-നസാറ ഔലിയാ ബഅ്ദുഹും ഔലിയാഉ ബഅദ് യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അദുവി വഅദുവക്കും ഔലിയാ.
ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ല. അങ്ങനെ നമുക്ക് എത്രയോ ആയത്തുകൾ കാണാം. ഈ ആയത്തൊക്കെയാണ് വലാ ബറാ. വലാ എന്ന് പറഞ്ഞാൽ ഹൃദയബന്ധം എന്നാണ് വാക്കിനർത്ഥം. ബറാ എന്ന് പറഞ്ഞാലോ ബന്ധവിയോഗമാണ്, അല്ലെങ്കിൽ നിരാകരണമാണ്. എന്ന് വെച്ചാൽ ആശയപരമായി ആദർശപരമായി ആരോടൊക്കെ അടുത്ത് നിൽക്കണം, സ്നേഹിക്കണം, എത്രത്തോളം സ്നേഹിക്കാൻ കഴിയുമോ അത്രത്തോളം സ്നേഹിക്കുക ആദർശ പൊരുത്തമുള്ള ആളുകളുമായി. അതാണ് വലാ. ആദർശപരമായി മറുചേരിയിലുള്ള ആളുകളോട് വിശ്വാസപരമായി നമ്മൾ എന്ത് ചെയ്യുന്നു? അകലം പാലിക്കുന്നു. ആദർശപരമായ വിയോജിപ്പ്. എന്നാൽ മാനുഷിക ബന്ധങ്ങളിലോ നമ്മൾ അവരെ മനുഷ്യരായി പരിഗണിക്കണം. ഒരു വിശ്വാസി എന്ന നിലക്ക് അവൻ്റെ മനസ്സ് എല്ലായ്പ്പോഴും ഈമാനുമായി ചേർന്ന് നിൽക്കുകയും അവൻ്റെ പെരുമാറ്റം മനുഷ്യ നന്മകളാൽ സമൃദ്ധമാവുകയും വേണം. അപ്പം അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ മറ്റു മതവിഭാഗങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ദഅവത്താണ്. ഞാൻ നേരത്തെ ആനുഷാംഗികമായി ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദഅവ നിർത്താൻ പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പാടില്ല? ലാ യുതവഖഫ്. അതൊരിക്കലും നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകരുത്. അത് നിർത്തിവെക്കാനുള്ള സാഹചര്യം നമ്മളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാക്കിയെടുക്കാനും പാടില്ല. ഇതര മതവിശ്വാസികളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. ആ വിശ്വാസത്തിലെടുക്കാൻ എന്തൊക്കെ സാധ്യമാകുമോ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും നമുക്ക് തരുന്ന ഇളവുകളുടെ നമ്മളിവിടെ ന്യൂനപക്ഷമാണ്. ഇവിടെ വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നേരത്തെ ഇവിടെ ഇസ്മായിൽ കരിയാട മറ്റാന്ന് തോന്നുന്ന സംഘടനാ പിളർപ്പിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ. അതിൻ്റെ അടിവേരുകളൊക്കെ ചെന്നെത്തുമ്പോൾ സൗദി അറേബ്യയിലേക്കും അവിടെ അതിൻ്റെ കാരണം വിത്തുപാകിയത് എങ്ങനെയൊക്കെ എന്നുള്ള അടിവേര് പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ അവിടങ്ങളിലെ ആശയവും ആദർശവും അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. സലഫിയത്ത് അങ്ങനെ അപ്ലൈ ചെയ്തത് അവിടുത്തെ സലഫിയത്തല്ല നമ്മുടെ സലഫിയത്ത്. ഒരു പക്ഷെ അഖീദ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നായിരിക്കും, തൗഹീദിനെ കുറിച്ചുള്ള അതിൻ്റെ പ്രതിബദ്ധത, അതല്ലെങ്കിൽ പിന്നെ തസവുഫിനോടുള്ള പിന്നെ എന്താണ് നമ്മുടെ നിലപാട്, പിന്നെ ശിർക്ക് ബിദഅത്തുകളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഇത്യാദി വിഷയങ്ങളിലൊക്കെ സലഫിയത്ത് ലോകത്തെല്ലാം ഒരുപോലെ. പക്ഷേ ബിലാദുൻ ഗർബിയ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ സലഫിയത്ത്, ബിലാദുൻ അറബിയ അറബി രാജ്യങ്ങളിലെ സലഫിയത്ത്, നമ്മുടെ രാജ്യം പോലുള്ള കാറ ഹിന്ദിയ ഈ മേഖലയിലെ സലഫിയത്ത് ഒക്കെ വ്യത്യസ്തമാണ്. അവിടെ ഇപ്പോൾ അറേബ്യൻ നാട്ടിലാണെങ്കിൽ സലഫിയത്ത് തഖ്ലിയത്ത് അഹ്മദ് ബിൻ ഹംബലിൻ്റെ മദ്ഹബിനെ അതേപോലെ അനുകരിക്കുന്ന അവരും സലഫികളാണ്. അതേപോലെ തന്നെയാണ് ഏതുള്ളത്, പിന്നെ ഹർക്കിയത്തുണ്ട്, ജിഹാദിയത്തുണ്ട്, വത്തനിയത്തുണ്ട്. അത് എൻ്റെ വിഷയമല്ല, വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷേ മതേതരത്വവും ജനാധിപത്യവും പാർലമെൻ്ററി സംവിധാനവും ഒക്കെ തന്നെ ഇസ്ലാമിക സലഫിയത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിക ആദർശത്തിന് വിരുദ്ധമാണെന്നും ഷിർക്കിനെയും കുഫറിനെയും എങ്ങനെയാണോ നമ്മൾ നേരിടുന്നത് അതുപോലെ എന്ത് ചെയ്യണം, അൽമാനിയത്തിനെയും ഡെമോക്രാത്തിയത്തിനെയും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും എതിർക്കണം എന്ന് പറയുന്ന ആളുകളാണ് അറേബ്യൻ രാജ്യങ്ങളിലെ ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ ഭൂരിഭാഗം സലഫികളും. ആ സലഫിയത്ത് ഇവിടെ നടപ്പിലാക്കാൻ പറ്റുമോ? ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? മൻഹജിയത്ത് ഒന്നാണ്, പക്ഷേ അതിൻ്റെ തത്ബീഖ് അതിൻ്റെ പ്രയോഗവൽക്കരണം വ്യത്യസ്തമാണ്. ഇവിടെ നമ്മളെന്താണ്, നമുക്ക് രാഷ്ട്രീയമല്ല. എന്നാൽ ഈ നേരത്തെ പറഞ്ഞ ഹർക്കിയത്തും ജിഹാദിയത്തും ശരിക്കും രാഷ്ട്രീയമായ സലഫിസമാണ്. ഇപ്പം ഇവിടെ സുന്നികളൊക്കെ തന്നെ ഈ സലഫി തീവ്രവാദത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനൊരു ബേസ് ഉണ്ട്. അന്വേഷിക്കുമ്പോൾ നമുക്ക് ആ ബേസ് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള തീവ്രവാദ നിലപാടുള്ള സലഫി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. നമ്മളാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്, നമുക്ക് സ്വന്തമായി ഇസ്ലാമിക നമുക്ക് ഈ സലഫി വിഭാഗത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടോ, ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടോ? നിലവിലുള്ള ഇന്ത്യയിലെ മതേതരത്വവും ജനാധിപത്യവും ഉപയോഗപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഈ ഭരണഘടന എത്രത്തോളം നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള അത് അവരുടെ ദൃഷ്ടിയിൽ എന്താണ്, പൂർണ്ണമായും ഷിർക്ക കുഫറാണ്. അതേപോലെ തന്നെയാണ് ഈ വലാവും ബറാവും ഒക്കെ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ വലാവും ബറാവും പറയപ്പെടുന്ന ഇത്യാദി വിഷയങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അപ്ലൈ ചെയ്ത് ആ വാക്ക് ആ ടെർമിനോളജി ആ ആശയങ്ങൾ ഇവിടെ പറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷേ അതിൻ്റെ ആശയം എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പിന്നെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുവാനുള്ള ശ്രമമുണ്ട്. എത്രത്തോളം നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെ വേണ്ട വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ യാതൊരു കുലുക്കവും ഇളക്കവും സംഭവിക്കാതെ കാല് പതറാതെ നമ്മുടെ ചിത്തം ചിതറാതെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് ഇതര മതവിഭാഗങ്ങളുമായി എത്രത്തോളം സഹകരിച്ചു പോകാൻ പറ്റുമോ അത്രത്തോളം സഹകരിച്ചു പോവുക എന്നതായിരിക്കും ഇനിയുള്ള കാലത്ത് മുസ്ലിം സമുദായത്തിന്
ഇന്ത്യ പോലുള്ള നേരത്തെ പറഞ്ഞ ഈ സത്യാന്തര കാലഘട്ടത്തിൻ്റെ ചുറ്റുപാടിൽ നമുക്ക് അഭികാമ്യം ഇതായിരിക്കും. കുറച്ചുകൂടെ വിഷയത്തെ കാലികമായി വാക്യവുമായി കൂട്ടിച്ചേർത്ത് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.